So students, നമ്മൾ ഇന്ന് സീക്വൻസസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ലാസ്റ്റ് ക്ലാസ് ആണെന്ന് ചെറിയൊരു വീഡിയോ ആണെന്ന് ചെയ്യാൻ പോകുന്നത്. അത് വേറെ ഒന്നുമില്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള 3-4 തിയറങ്ങളെക്കുറിച്ച് അത് വെച്ചിട്ടുള്ള 1-2 പ്രോബ്ലംസ് മാത്രമാണ്. ചെറിയൊരു 10-15 മിനിറ്റുള്ള ചെറിയൊരു വീഡിയോ ആണ്. അതോടുകൂടെ സീക്വൻസ് എന്നുള്ള ചെറിയ ടോപ്പിക് അവസാനിക്കും. അടുത്തത് ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അത് ഇതിൻ്റെ ബേസിസിലാണ് ഇൻഫിനിറ്റ് സീരീസ് നമ്മൾ പറയുന്നത്. പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ തൽക്കാലത്തിന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള 2-3 തിയറങ്ങൾ, 2 തിയറം നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് ഓർമ്മിപ്പിക്കാം. തിയറം പറയുന്നത് 2 തിയറങ്ങളാണെന്നല്ല മെയിനായിട്ട് പഠിച്ചത്. ഒന്ന് മൊണോട്ടോൺ കൺവെർജൻസ് തിയറവും പിന്നെ ഒന്ന് സ്ക്വീസ് തിയറവും. മൊണോട്ടോൺ കൺവെർജൻസ് തിയറം ഇതായി എഴുതിയിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്ന കൺവെർജൻറ്റ് സീരീസ് ഈസ് ഓൾവേസ് ബൗണ്ടഡ് എന്ന് പറയുന്ന ഒരു തിയറമാണ്. മൊണോട്ടോൺ കൺവെർജൻസ് തിയറം അത് കഴിഞ്ഞിട്ട് വരുന്നതാണ്. അത് അതിൻ്റെ കോൺവേഴ്സ് പാർട്ട് ശരിയല്ല എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സീക്വൻസ് കൺവെർജൻ്റ് ആണെങ്കിൽ അത് ബൗണ്ടഡ് ആണ്, പക്ഷേ ബൗണ്ടഡ് ആണെങ്കിൽ അത് കൺവെർജൻ്റ് ആയിക്കൊള്ളണമെന്നില്ല. -1n എന്ന് പറയുന്ന സീക്വൻസ് ബൗണ്ടഡ് ആണ്, പക്ഷേ അത് കൺവെർജൻ്റ് അല്ല. അപ്പോൾ ആ കൺവെർജൻ്റ് ആണെങ്കിൽ ബൗണ്ടഡ് ആണ് എന്നുള്ള പ്രോപ്പർ കോൺവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയില്ല. ഓക്കെ, എവരി കൺവെർജൻറ്റ് സീരീസ് ഈസ് ബൗണ്ടഡ്, ബട്ട് ബൗണ്ടഡ് സീരീസ് നീഡ് നോട്ട് ബി കൺവെർജൻറ്റ്. പക്ഷേ ബൗണ്ടഡ് സീരീസ് കൺവെർജൻ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതാണ് ഈ മൊണോട്ടോൺ കൺവെർജൻസ് തിയറം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഈ മൊണോട്ടോൺ കൺവെർജൻസ് തിയറത്തിൻ്റെ ഒരു സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രോപ്പറായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ഇതിലേക്കുള്ള ഒരു വഴി തന്നെയാണത്. അതായത് എവറി കൺവെർജൻറ്റ് സീക്വൻസ് ഇസ് ബൗണ്ടഡ്, പക്ഷേ കോൺവേഴ്സ് ശരിയായിക്കൊള്ളണമെന്നില്ല. കോൺവേഴ്സ് ശരിയാവുന്നത് എപ്പോഴാണ്? അതാണ് ഈ മൊണോട്ടോൺ കൺവെർജൻസ് തിയറം. അതായത് എപ്പോഴാണ് ബൗണ്ടഡ് സീക്വൻസ് കൺവെർജൻ്റ് ആവുക? ദാറ്റ് ഈസ് സ്റ്റേറ്റഡ് ബൈ ദിസ് മൊണോട്ടോൺ കൺവെർജൻസ് തിയറം. അതിൻ്റെ പ്രൂഫ് വേണ്ട, സിലബസിലും പ്രൂഫില്ലെന്ന് തോന്നുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ മൊണോട്ടോൺ കൺവെർജൻസ് തിയറം പറയുന്നത് ഇതാണ്: എവറി ബൗണ്ടഡ് മൊണോട്ടോണിക് സീക്വൻസ് ഈസ് കൺവെർജൻറ്റ്. എവറി ബൗണ്ടഡ് സീക്വൻസ് ഈസ് കൺവെർജൻറ്റ് എന്നല്ല, എവറി ബൗണ്ടഡ് സീക്വൻസ് ഈസ് നോട്ട് കൺവെർജൻറ്റ്. -1n കൺവെർജൻറ്റ് അല്ല, പക്ഷേ എവറി ബൗണ്ടഡ് സീക്വൻസ് if it is monotone, അതായത് if it is monotonically increasing or if it is monotonically decreasing, then that sequence is convergent. അപ്പോൾ കോൺവേഴ്സ് അല്ലെങ്കിലും കോൺവേഴ്സ് പോലത്തെ ഒരു പാർഷ്യൽ കോൺവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. എവറി കൺവെർജൻറ്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ്, എവറി ബൗണ്ടഡ് മൊണോട്ടോണിക് സീക്വൻസ് ഈസ് കൺവെർജൻറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആ പാർട്ടിനെയാണ് നമ്മൾ മൊണോട്ടോൺ കൺവെർജൻസ് തിയറം എന്ന് പറയുന്നത്. അപ്പം എക്സാമിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സിൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ, ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ആർ ആൾ ദ ബൗണ്ടഡ് സീക്വൻസ് കൺവെർജൻറ്റ്? അല്ല, അതിൻ്റെ ആൻസർ ഇതാണ്: ആൾ ബൗണ്ടഡ് സീക്വൻസ് നീഡ് നോട്ട് ബി കൺവെർജൻറ്റ്, ബട്ട് ദോസ് ബൗണ്ടഡ് സീക്വൻസ് വിച്ച് ആർ മൊണോട്ടോണിക്. മൊണോട്ടോണിക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ മൊണോട്ടോണിക് ഇൻക്രീസിങ്, കൂടിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ മൊണോട്ടോണിക് ഡിക്രീസിങ്, ഒരേപോലെ അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനത്തെ സീക്വൻസുകൾ, മൊണോട്ടോണിക് സീക്വൻസുകൾ ബൗണ്ടഡ് ആവുകയാണെങ്കിൽ, ബൗണ്ടഡ് സീക്വൻസുകൾ മൊണോട്ടോണിക് ആണ് എങ്കിൽ ദാറ്റ് സീക്വൻസ് ഈസ് കൺവെർജൻറ്റ്. അപ്പോൾ അതാണ് നമ്മുടെ മൊണോട്ടോൺ കൺവെർജൻസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന 3-4 പ്രോബ്ലംസ് ആണ്. മുന്നേ പഠിച്ചിട്ടുള്ള സ്ക്വീസ് തിയറം. അപ്പോൾ സ്ക്വീസ് തിയറം എന്ന് പറഞ്ഞാൽ എന്താണ്? an < bn < c എന്ന് പറയുന്ന 3 സീക്വൻസുകളാണ്. an എല്ലിലേക്ക് പോകുന്നു, cn എല്ലിലേക്ക് പോകുന്നു. അപ്പോൾ നടുക്കിൽ കിടക്കുന്ന bn എന്ന് പറയുന്ന സീക്വൻസ് എവിടേക്ക് പോകും? എല്ലിലേക്ക് തന്നെ പോവുകയുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ സ്ക്വീസ് തിയറം അല്ലെങ്കിൽ സാൻഡ്വിച്ച് തിയറം എന്ന് പറയുന്ന ഐഡിയ. അപ്പോൾ എവറി കൺവെർജൻറ്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ്, എവറി ബൗണ്ടഡ് മൊണോട്ടോണിക് സീക്വൻസ് ഈസ് കൺവെർജൻറ്റ്. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. പിന്നെ സ്ക്വീസ് തിയറം. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്, 3-4 പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. അതോടെ സീക്വൻസ് ഉള്ള ടോപ്പിക് അവസാനിക്കും. നൗ കം ടു ദ ഫസ്റ്റ് വൺ. ഇവാലുവേറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3n ഡിവൈഡഡ് ബൈ n³. ഇവിടെ നമ്മൾ ഈ തിയറങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, ജസ്റ്റ് ഒരു വേറെ തരത്തിലുള്ള ഒരു പ്രോബ്ലം ആണെന്ന് മാത്രം. ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വേറൊരു തിയറം ഉണ്ട്. തിയറം പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിക്ക് ആവില്ല. അതുകൊണ്ടാണ് ഒരു പ്രോബ്ലം ചെയ്തിട്ട് അത് തിയറം ഞാൻ പറയുന്നില്ല, ആ തിയറമാണ് ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3n ബൈ n³ കൺവെർജൻസ് ചെക്ക് ചെയ്ത് നോക്കണം. നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്. കണ്ടു കഴിഞ്ഞാൽ ഒരു പന്തിയല്ലാത്ത പോലെ തോന്നും. n ടെൻസ് ടു ഇൻഫിനിറ്റി 3n ബൈ ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റി നമുക്ക് പെട്ടെന്ന് ലിമിറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഐ ആം കൺവേർട്ടിങ് ഓർ റീറൈറ്റിംഗ് ദിസ് ലിമിറ്റ് ആസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3n ബൈ n³ ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി 3x ബൈ x³. കുറച്ചും കൂടെ ഫംഗ്ഷൻ്റെ രൂപത്തിലേക്ക് മാറ്റണം. എല്ലാ സിറ്റുവേഷൻസിലും ഇത് ചെയ്യാൻ സാധിക്കില്ല. അതിനാണ് ഞാൻ പറഞ്ഞ ഒരു പ്രത്യേക സിറ്റുവേഷൻ, അതിനൊരു തിയറം ഉണ്ട്. ആ തിയറം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ തൽക്കാലത്തിന് ആ തിയറത്തിലേക്ക് ഞാൻ പോകുന്നില്ല, പ്രോബ്ലം ചെയ്യാനുള്ള മെത്തേഡ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3n ബൈ n³ ഈക്വൽ ടു n-ന് പകരം x എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ടേക്കൺ ആസ് f ഓഫ് x. അപ്പോൾ ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി 3x n-ന് പകരം വെറുതെ x കൊടുക്കുന്നു. ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി 3x ബൈ x³.
അപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ രൂപത്തിലാണ്. ഫംഗ്ഷൻ്റെ രൂപത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ ചില സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ഇവിടെ കണ്ടീഷൻസ് ഒക്കെ ഓക്കെയാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. നൗ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി, this is of the form infinity by infinity. Infinity by infinity ഓ 0/0 വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ തലയിൽ ഓർമ്മ വരണം എന്താണ്? We can apply L'Hospital's rule. Either if the limit takes 0/0 or infinity by infinity form, we can apply the L'Hospital's rule. അപ്പോൾ L'Hospital's rule പറയുന്നത് എന്താണ്? Limit extends to a f of x by g of x equal to limit extends to a f dash x by g dash x if the limit takes the form, original limit takes the form 0/0 or ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. അതൊന്നും ഇവിടെ എഴുതാൻ എനിക്കിപ്പോൾ തൽക്കാലത്തിന് ഇതിൻ്റെ ഇടയിൽ അത് എഴുതി ഞാൻ ഇതാക്കുന്നില്ല. യു ജസ്റ്റ് റെഫർ ബാക്ക് L'Hospital's റൂൾ. അപ്പോൾ ഇവിടെ ദിസ് ടേക്സ് ദ ഫോം ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. ഞാനിവിടെ അത് L'Hospital's റൂൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ദിസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സ്. ഇപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഡാഷ് എക്സ് 3 ഡിഫറൻഷ്യൽ എന്താണ്? a raised to x ൻ്റെ a raised to x log a അല്ലെങ്കിൽ a raised to x ln a. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ആദ്യത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ലോഗരിതമിക് ഫംഗ്ഷനും പവർ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അതിൻ്റെ ഡിഫറൻഷ്യലിനെ കുറിച്ചൊക്കെ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 3 raised to x ln 3 ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബിൻ്റെ ഡിഫറൻഷ്യൽ 3x². ലിമിറ്റ് അപ്പോൾ ദിസ് ലിമിറ്റ് കൺവേർട്സ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 3 raised to x ln 3 a raised to x ln a ഡിവൈഡഡ് ബൈ 3x². ഇതിൻ്റെ ഡിഫറൻഷ്യൽ 3x² ആണ്. എഗെയിൻ അപ്ലൈ ദ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി തന്നെയാണ് കിട്ടുന്നത്. മുകളിൽ 3 raised to ഇൻഫിനിറ്റിയാണ്, 3 ഇൻഫിനിറ്റി² അതും ഇൻഫിനിറ്റിയാണ്. അപ്പോൾ ദിസ് ഈസ് അഗെയിൻ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. അവിടെ ഒരു പ്രാവശ്യം കൂടെ L'Hospital അപ്ലൈ ചെയ്യുക. ഒരു പ്രാവശ്യം കൂടെ L'Hospital അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ln 3 അങ്ങനെ തന്നെ നിൽക്കും. 3 raised to x ഡിഫറൻഷ്യൽ 3 raised to x അഗെയിൻ 1 ln 3. അപ്പോൾ 3 raised to x ln 3 ഹോൾ സ്ക്വയർ വരും. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഡിവൈഡ് ബൈ ഇതിൻ്റെ ഡിഫറൻഷ്യൽ 6x ആണ്. 3x² ഡിഫറൻഷ്യൽ 3 × 2x ദാറ്റ് ഈസ് 6x. അപ്പോൾ ഇവിടെ വീണ്ടും ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ദിസ് ഈസ് ഫോം ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. ഇവിടെ വീണ്ടും അത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോമായി. അപ്പോൾ എന്ത് ചെയ്യണം? ഒന്നും കൂടെ നമ്മൾ L'Hospital. അപ്പോൾ എത്ര പ്രാവശ്യം L'Hospital അപ്ലൈ ചെയ്യാൻ പറ്റും അത്രയും പ്രാവശ്യം നമുക്ക് അപ്ലൈ ചെയ്യാമല്ലോ. ഇവിടെ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി തന്നെ വന്നിട്ടുള്ള ഒരു പ്രാവശ്യം കൂടെ L'Hospital അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി അഗെയിൻ 3 raised to x ln 3. ഇവിടെ ഓൾറെഡി ln 3 ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പോൾ 3 raised to x ln 3 ഹോൾ ക്യൂബ് 3 ln 3 ആയി. ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഡിഫറൻഷ്യൽ 6 ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 3 raised to x ln 3 ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 6 ആണ്. നൗ അപ്ലൈ ദ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ ഇൻഫിനിറ്റി എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ദിസ് സീക്വൻസ് ഹാസ് എ ലിമിറ്റ് ഇൻഫിനിറ്റി ഓർ ദിസ് സീക്വൻസ് ഡൈവേർജസ് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു മെത്തേഡാണ്. അടുത്ത പ്രോബ്ലം അതേപോലത്തെ ഒരു ഇത് തന്നെയാണ്. അടുത്ത 2 പ്രോബ്ലം അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പമുള്ള മെത്തേഡാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, വലിയ ബുദ്ധിമുട്ടില്ലാത്തതാണ്. ഇവാലുവേറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി e raised to n by n². ഇതേപോലെ തന്നെയാണ് എന്നിന് പകരം എക്സ് ഫംഗ്ഷൻ്റെ രൂപത്തിൽ എഴുതുകയാണ്. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഞാൻ പറഞ്ഞു ഇത് എല്ലാ കേസിലും ഉപയോഗിക്കാൻ പറ്റിക്കോളുന്നില്ല, ഈ കേസിലൊക്കെ ഉപയോഗിക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി e raised to n by n² ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി e raised to x by x². എന്നിന് പകരം എക്സ് എന്ന് കൊടുത്തു. ഇത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. അപ്പോൾ യു ക്യാൻ അപ്ലൈ L'Hospital's റൂൾ. ദിസ് ലിമിറ്റ് ബിക്കംസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി e raised to x. ഇതിൻ്റെ ഡിഫറൻഷ്യൽ e raised to x ഡിവൈഡ് ബൈ x² ഡിഫറൻഷ്യൽ 2x ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി e raised to x by 2x. L'Hospital അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ദിസ് ലിമിറ്റ് ഈസ് ഓഫ് ദ ഫോം അഗെയിൻ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. ഇത് അഗെയിൻ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോമിൽ തന്നെയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ നമ്മൾ L'Hospital അപ്ലൈ ചെയ്യുകയാണ്. ദിസ് ഇസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി e raised to x ഡിവൈഡഡ് ബൈ 2. ഇതിൻ്റെ ഡിഫറൻഷ്യൽ 2 ആണ്, ഇതിൻ്റെ ഡിഫറൻഷ്യൽ e raised to x ആണ്. e raised to x ഡിവൈഡഡ് ബൈ 2. ഇവിടെ എക്സിന് ഇൻഫിനിറ്റി എന്ന് കൊടുക്കുക. അപ്പോൾ e raised to infinity by 2 that is infinity itself. This sequence also, what happens to this sequence? The sequence also diverges കാരണം ലിമിറ്റ് കിട്ടിയിട്ടുള്ളത് ഇൻഫിനിറ്റി ആണ്. ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം നമുക്ക്. ഇവാലുവേറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി e raised to sin 1 by n e raised to sin 1 by n. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി e raised to sin 1 by n ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി e raised to sin 1 by x. ഇതെല്ലാം ഈ ഫംഗ്ഷനുകളൊക്കെ നോക്കൂ, ഒരു പ്രത്യേക തരം ഫംഗ്ഷൻസ്, കണ്ടിന്യൂസ് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള നല്ല ഫംഗ്ഷനുകളാണ്. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഫംഗ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ റെസ്ട്രിക്ഷൻസ് പറയുന്നത് അതാണ്. തൽക്കാലത്തിന് പറ്റുന്ന പ്രോബ്ലങ്ങൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി e raised to sin 1 by n ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി e raised to sin 1 by x. എന്നിന് പകരം എക്സ് എന്ന് കൊടുത്തു, എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആയി. നൗ എക്സിന് ഇൻഫിനിറ്റി എന്ന് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സൈൻ 1 by ഇൻഫിനിറ്റി ദാറ്റ് ഈസ് സൈൻ 0. വാട്ട് ഇസ് സൈൻ 0? സൈൻ 0 0 തന്നെയാണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി
ഇ റേസ് ടു 0 ലിമിറ്റ് ഇതിൽ നേരെ ലിമിറ്റ് കൊടുക്കുമ്പോൾ യു ഗെറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ഇ റേസ് ടു ഇവിടെ ലിമിറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ദിസ് ലിമിറ്റ് റെഡ്യൂസസ് ടു ലിമിറ്റ് എക്സിന് ഇൻഫിനിറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു സൈൻ 0 വേണമെങ്കിൽ ഇവിടെ എഴുതാം ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു സൈൻ 0 ഇ റേസ് ടു സൈൻ 0 വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ 0 എന്താണ് ഇ റേസ് ടു 0 തന്നെയാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 അപ്പോൾ ദിസ് സീക്വൻസ് ഹാസ് ലിമിറ്റ് 1 ആൻഡ് ഹെൻസ് ദ സീക്വൻസ് കൺവെർജസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ 3 പ്രോബ്ലങ്ങൾ. വളരെ എളുപ്പമുള്ള 3 പ്രോബ്ലംസ് ആണ്. എന്നിന് പകരം എക്സ് എന്ന് കൊടുത്തിട്ട് സാധാരണ ഫംഗ്ഷൻ പോലെ ആ സീക്വൻസിന് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ആർക്കെങ്കിലും തോന്നുകയാണ് എക്സ് കൊടുത്തിട്ട് എന്തിനാ വെറുതെ നേരിട്ട് ചെയ്തോളൂ ചോദിച്ചാൽ നേരിട്ട് ചെയ്യാം. പക്ഷേ ഇതാണ് കുറച്ചും കൂടെ ഒരു നമ്മൾ പഠിച്ച രീതിയിലേക്ക് എത്തിക്കുന്ന ഒരു മെത്തേഡെന്ന് മാത്രം. അതായത് എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഫംഗ്ഷൻ വരണം. ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ഫംഗ്ഷൻ്റെ രൂപത്തിൽ എഴുതുന്നത്. നൗ evaluate limit n tends to infinity n factorial by n raised to n. ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്താണ്? ലിമിറ്റ് കൊടുത്ത് നോക്കിയാൽ ദിസ് ഇസ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി റേസ് ടു ഇൻഫിനിറ്റി. ഇവിടെ അപ്പോൾ ഇത് സാധാരണ നിലയ്ക്ക് മറ്റേ നമുക്ക് ഈ ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യാൻ സാധിക്കില്ല. എക്സ് ഫാക്ടോറിയലൊക്കെ വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറെ എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ചല്ലാതെ ഈ ഫാക്ടോറിയൽ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് വെച്ചാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആവും. ഈ ഫംഗ്ഷൻസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. ഈ ഫാക്ടോറിയൽ ഉള്ളപ്പോൾ നമുക്കൊരിക്കലും ഈ ഫംഗ്ഷൻ്റെ മെത്തേഡ് ഉപയോഗിക്കരുത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെയാണ് നമ്മൾ നമ്മുടെ സ്ക്വീസ് തിയറത്തിൻ്റെ ഉപയോഗം മനസ്സിലാക്കുന്നത്. വി യൂസ് സ്ക്വീസ് തിയറം ടു ഫൈൻഡ് ദ ലിമിറ്റ്. സ്ക്വീസ് തിയറം ഞാൻ പറഞ്ഞു എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ബി എൻ ലെസ് ദാൻ ഓർ ഈക്വൽ സി എൻ, എ എൻ കൺവെർജസ് ടു എൽ ആൻഡ് സി എൻ കൺവെർജസ് ടു എൽ, ദെൻ ബി എൻ വിൽ ഓൾസോ എടുക്കുന്ന സീരീസ് ബി എൻ വിൽ ഓൾസോ കൺവെർജസ് ടു എൽ. അത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്, ഒന്ന് എഴുതിയെന്ന് മാത്രം. ഇതാണ് നമ്മുടെ സീക്വൻസ്. എ എൻ എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ബൈ എൻ റൈസ് ടു എൻ ആണ്. നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയാം എൻ ഈക്വൽ ടു 1 to infinity ആണ് വരിക. ഓക്കെ, എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുകയാണെങ്കിൽ എൻ ഈക്വൽ ടു 1 to infinity സീക്വൻസ് അല്ലേ. അപ്പോൾ എൻ ഈക്വൽ ടു 1 to infinity ആണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ 0 ഇസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ എന്ന് മാത്രം എഴുതിയാലും പ്രശ്നമില്ല, ലെസ് ദാൻ ആയിരിക്കും. 0 ഇസ് ഓൾവേസ് ലെസ് ദാൻ എൻ ഫാക്ടോറിയൽ ബൈ എൻ റൈസ് ടു എൻ. നെഗറ്റീവ് സംഖ്യകൾ നമ്മൾ കണക്കാക്കാത്തത് കൊണ്ട് this inequality will hold true. If 0 less than എഴുതിയാലും മതി. 0 less than n factorial by n raised to n. n 1 മുതലല്ലേ കൊടുക്കുന്നത്. അപ്പോൾ 0 is always less than n അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് വരില്ല. 0 less than n factorial by n raised to n. ഒബ്വിയസ് ആണ്, ബിക്കോസ് n equal to 1 to infinity 1 2 3 അങ്ങനെയാണ് കൊടുക്കുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. 0 is always less than n factorial by n raised to n. ഒരു കാര്യം കൂടെ അതിൻ്റെ കൂടെ പറയുകയാണ്, n factorial by n raised to n is always less than or equal to 1 by n. അതൊരു ഇനീക്വാലിറ്റിയാണ്, അതൊരു പ്രത്യേക ഇനീക്വാലിറ്റിയാണ്, പുതിയൊരു ഇനീക്വാലിറ്റിയാണ്. നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് നോക്കാവുന്നതാണ്. എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ റേസ് ടു എൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1 by n. ഇവിടെയാണ് അതിൻ്റെ പ്രൂഫ് ചെയ്തിട്ടുള്ളത്. എൻ ഫാക്ടോറിയൽ ബൈ എൻ റേസ് ടു എൻ ഈക്വൽ ടു 1 into 2 into etc. up to n minus 1 into n ഡിവൈഡഡ് ബൈ എൻ റേസ് ടു എൻ. ഓക്കെ, ഞാൻ ഈ 2ന് പകരം ഒരു n 1 അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, 1നെ അങ്ങനെ തന്നെ നിർത്തുകയാണ്. ഈ 2ന് പകരം n കൊടുക്കുകയാണ്, അപ്പോൾ ലെസ് ദാൻ വരും. അടുത്ത 3ക്ക് പകരം വീണ്ടും n കൊടുക്കുകയാണ്, അഗെയിൻ ലെസ് ദാൻ. അപ്പോൾ ദിസ് 1 into അല്ലെങ്കിൽ 2 into 3 into n എക്സെട്ര n minus 1 into n ഈസ് ലെസ് ദാൻ എന്താ വരുന്നത് n into എക്സെട്ര n അപ് ടു n minus 1 ടൈംസ്. ഇവിടെ n minus 1 സംഭവങ്ങൾക്കാണ് ഞാൻ റീപ്ലേസ് ചെയ്തത് n വെച്ചിട്ട്. അതായത് 2ന് n കൊടുത്തു, 3ക്ക് n കൊടുത്തു, 2 3 4 1ന് ഞാൻ n കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് 1നെ ഞാൻ ഒന്നും ചെയ്യാതിരിക്കുന്നത്. അപ്പം ഒരു n ഇവിടെ 2ന് വന്നു, രണ്ടാമത്തെ n 3ക്ക് വന്നു, മൂന്നാമത്തെ n 4ന് വന്നു. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ n -1 എന്നുകൾ ഇവിടെ ഉണ്ടാകും. ഈ എന്നുകളുടെ എണ്ണം എന്ന് പറയുന്നത് n -1 ആണ്. ഈ 1നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, 1 I am keeping it as such. അപ്പോൾ this is less than or equal to n into etc. n up to n -1 times, that is n raised to n -1. This is less than this quantity n factorial by n raised to n is less than or equal to n raised to n -1 divided by n raised to n. n raised to n -1 divided by n raised to എന്ന് പറയുന്നത് 1 by n ആണ്. n raised to n -1 ക്യാൻസൽ ആക്കി കളയാം. n raised to n -1 ഇവിടെ ഒരു n raised to n ഉണ്ട്, ഒരു n മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. that is 1 by n. അപ്പോൾ n factorial by n raised to n is less than or equal to 1 by n. ഈ പ്രൂഫ് ഓർക്കുക. ഇത് എക്സാമിന് എഴുതിയില്ലെങ്കിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയാണ്, ഈ ഒരു രീതിക്കാണ്. 2ക്ക് പകരം n കൊടുക്കുന്നു, അപ്പോൾ ഈ സാധനം ചെറുതായി. 3ക്ക് പകരം അടുത്ത് n കൊടുക്കുന്നു, അപ്പോൾ ചെറുതായിക്കൊണ്ടേയിരിക്കും, ചെറുതായി. അപ്പോൾ പക്ഷേ എത്ര എന്നുകളാണ് വരിക? n -1 എന്നുകളാണ് വരിക. 1നെ ഞാനൊന്നും ചെയ്യുന്നില്ല. This is less than or equal to n power n -1 divided by n raised to n, that is 1 by n. അപ്പോൾ 0 less than n factorial by n raised to n less than or equal to 1 by n. ഇത് പ്രകാരം 0 less than n factorial divided by n raised to n. This is obtained from this proof.
n ഫാക്ടോറിയൽ ബൈ n റേസ് ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ n. നിങ്ങൾ എന്നിനെ പല പല വാല്യൂസ് കൊടുത്ത് നോക്കിക്കോളൂ, ഈ ഇനീക്വാലിറ്റി ട്രൂ ആയിരിക്കും. എൻ്റെ പ്രൂഫ് ഇവിടെയുണ്ട്, വേറെ കൊടുത്ത് നോക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വെരിഫൈ നോക്കാവുന്നതാണ്. n ഫാക്ടോറിയൽ ബൈ n റേസ് ടു n ഇസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ n. ചെയ്ത് നോക്കാം, പ്രൂഫ് ഇവിടെയുണ്ട്. മാനുവലി നിങ്ങൾക്ക് ചെയ്ത് നോക്കണമെങ്കിൽ അതും ചെയ്ത് നോക്കാം, ട്രൂ ആയിരിക്കും. അപ്പോൾ 0 എന്ന് പറയുന്നത് സീറോയിലേക്ക് തന്നെയാണ്. 0 ഒരു സീക്വൻസ് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ 0 അതിൻ്റെ ലിമിറ്റ് 0 തന്നെയാണ്. ദിസ് ലിമിറ്റ് ഇസ് 0. 1 ബൈ n എന്ന് പറയുന്ന സീക്വൻസ് എങ്ങനെയാണ് കൺവേർജ് ചെയ്യുന്നത്? 1 ബൈ n നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പഠിച്ചു. 1 ബൈ n കൺവേർജസ് ടു 0. അപ്പോൾ 0 കൺവേർജസ് ടു 0, 1 ബൈ n കൺവേർജസ് ടു 0. അപ്പോൾ ഈ നടുക്കലത്തെ സീക്വൻസ് എങ്ങോട്ട് പോകും? ഹെൻസ് ബൈ സ്ക്വീസ് തിയറം n ഫാക്ടോറിയൽ ബൈ n റേസ് ടു n ഓൾസോ കൺവേർജസ് ടു 0. ഓക്കെ, n ഫാക്ടോറിയൽ ബൈ n റേസ് ടു n ഓൾസോ കൺവേർജസ് ടു 0. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് സ്ക്വീസ് തിയറമാണ്, സ്ക്വീസ് തിയറം. അപ്പം 0 1 ബൈ n ആയിട്ട് എൻ്റെ നടുക്കലത്തെ സീക്വൻസ് ആണ് ഇതെന്ന് പറഞ്ഞു. അപ്പുറത്തെയും സീക്വൻസുകൾ 0ലേക്ക് പോകുന്നു, അപ്പോൾ നടുക്കലത്തെ സീക്വൻസും 0ലേക്ക് തന്നെ പോകും. ഈ പ്രൂഫ് ഒന്ന് ഓർക്കുക, ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ റിസൾട്ട് ഉണ്ടായാൽ മതി. ബൈ യൂസിങ് സ്ക്വീസ് തിയറം എന്ന് പ്രത്യേകം പറയണം. ഞാനിവിടെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് വി ആർ യൂസിങ് സ്ക്വീസ് തിയറം, അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. യു ഹാവ് ടു മെൻഷൻ ദ യൂസ് ഓഫ് സ്ക്വീസ് തിയറം. സോ ദാറ്റ് ഇസ് ഇറ്റ്. Now check the convergence of n by n plus 1. ഇത് സാധാരണ എനിക്ക് വളരെ എളുപ്പമുള്ള സീക്വൻസ് ആണ്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രോബ്ലം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ചെക്ക് ദ കൺവെർജൻസ് ഓഫ് ദ സീക്വൻസ് n by n plus 1. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മൊണോട്ടോൺ കൺവെർജൻസ് തിയറമാണ്. മൊണോട്ടോൺ കൺവെർജൻസ് തിയറം അതാണ്. അതിൻ്റെ ഒരു ഉപയോഗം കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. മൊണോട്ടോൺ കൺവെർജൻസ് തിയറം ഇതാണ് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. എന്താ മൊണോട്ടോൺ കൺവെർജൻസ് തിയറം പറയുന്നത്? ഇഫ് എ bounded sequence is monotone, if a bounded sequence is monotone then it is convergent. ഒരു സീക്വൻസ് ബൗണ്ടഡും മൊണോട്ടോണും ആണെങ്കിൽ, മൊണോട്ടോൺ ഡിക്രീസിങ് ആകാം, മൊണോട്ടോൺ ഇൻക്രീസിങ് ആകാം, ബൗണ്ടഡും മൊണോട്ടോണും ആണെങ്കിൽ അത് കൺവെർജൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഈ സീക്വൻസ് ബൗണ്ടഡ് ആണോ എന്നുള്ളത് ആദ്യം വെരിഫൈ ചെയ്യാം. നൗ ബൗണ്ടഡ് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യാനായിട്ടുള്ളൊരു മെത്തേഡാണ് ഇവിടെ പറയുന്നത്. an ഈക്വൽ ടു n ബൈ n പ്ലസ് 1. അത് നമുക്ക് തന്നിട്ടുള്ളതാണ്. ദിസ് ഇസ് മൈ an ഈക്വൽ ടു n ബൈ n പ്ലസ് 1. an പ്ലസ് 1 എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് അടുത്ത ടേമാണ്. ഈ an കഴിഞ്ഞ് വരുന്ന ടേമാണ്. അപ്പോൾ n ബൈ an പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്? എന്നിന് പകരം n പ്ലസ് 1 എന്ന് കൊടുക്കുക. n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n പ്ലസ് 2. അപ്പോൾ an ഈക്വൽ ടു n ബൈ n പ്ലസ് 1 ഇവിടെ തന്നിട്ടുണ്ട്. an പ്ലസ് 1 ഇത് കഴിഞ്ഞ് വരുന്ന ടേം n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n പ്ലസ് 2. നൗ ഐ ആം ഫൈൻഡിങ് an പ്ലസ് 1 മൈനസ് an പ്ലസ് 1 മൈനസ് an പ്ലസ് 1 മൈനസ് an. അപ്പോൾ n പ്ലസ് 1 ബൈ n പ്ലസ് 2 മൈനസ് n ബൈ n പ്ലസ് 1. അതായത് LCM എടുക്കുകയാണ്. അപ്പോൾ n പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് n ഇൻറ്റു n പ്ലസ് 2, n പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് n ഇൻറ്റു n പ്ലസ് 2. സിംപ്ലിഫൈ ചെയ്യുന്നു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 മൈനസ് n സ്ക്വയർ മൈനസ് 2n എന്നാണ് ന്യൂമറേറ്റർ വരുന്നത്. അപ്പോൾ n സ്ക്വയർ കട്ടാക്കി കളയാം, 2n കട്ടാക്കി കളയാം, റിമൈനിങ് എന്ത് മാത്രമേ ഉള്ളൂ? 1 ബൈ n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2, 1 ബൈ n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2. അപ്പോൾ n പ്ലസ് 1 മൈനസ് an ഈക്വൽ ടു 1 ബൈ n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2. ദിസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. n 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 മുതൽ 0 ആണെങ്കിലും n ഒരിക്കലും നെഗറ്റീവ് വാല്യൂ ആവുന്നില്ല. 0 ആണെങ്കിൽ പോലും ഇതെന്താണ്? ദിസ് സീക്വൻസ് ദിസ് ക്വാണ്ടിറ്റി ഈസ് ഓൾവേസ് പോസിറ്റീവ്. അതായത് an പ്ലസ് 1 മൈനസ് an ഈസ് പോസിറ്റീവ്. an ഫോർ ഓൾ n, an പ്ലസ് 1 മൈനസ് an ഈസ് പോസിറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ n. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? an is less than an plus 1. ശരിയല്ലേ? an plus 1 minus an greater than 0 ആണ്. an plus 1 minus an is greater than 0. അതായത് an is less than an plus 1. അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ ഇത് സംഭവിക്കുകയുള്ളൂ. an less greater than an plus 1 ആണെങ്കിൽ ഇത് ഒരിക്കലും പോസിറ്റീവ് വരില്ല. അപ്പോൾ an is less than an plus 1 അല്ലെങ്കിൽ an plus 1 greater than an for all n അല്ലെങ്കിൽ an less than an plus 1 for all n. Hence sequence an is monotonically increasing. അങ്ങനെയാണ് നമ്മളുടെ, അതിനാണ് നമ്മളിതൊക്കെ ചെയ്തത്. മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണ് എന്ന് കാണിക്കാനാണ്. അപ്പോൾ an പ്ലസ് 1 മൈനസ് an is പോസിറ്റീവ്. an പ്ലസ് 1 മൈനസ് an പോസിറ്റീവ് ആകുമ്പോൾ an is less than an പ്ലസ് 1 for all n. അപ്പോൾ a1 less than a2, a2 less than a3, a3 less than a4. ഇങ്ങനെയാണ് വരിക. നമ്മളിവിടെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ a1 less than a2, a2 less than a3, a3 less than a4 അങ്ങനെ പോകും. ഇത് കാരണം ഡ്യൂ ടു ദിസ് ഇനീക്വാലിറ്റി. അപ്പോൾ ദിസ് ഇസ് എ മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ്. ഈ സീക്വൻസ് പറയുന്നത് മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണ്. ഓക്കെ, ഇനി അത് അപ്പോൾ എന്താണ് മൊണോട്ടോൺ കൺവെർജൻസ് തിയറമാണ്. മൊണോട്ടോണിക് ആണെങ്കിൽ, മൊണോട്ടോണിക്കും ബൗണ്ടഡും ആണെങ്കിൽ കൺവെർജൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ മൊണോട്ടോണിക് ആണ് എന്ന് പ്രൂവ് ചെയ്തു. ഇനി ബൗണ്ടഡ് ആണോ എന്നുള്ളത് നോക്കണം. ബൗണ്ടഡ് ആണോ എന്നുള്ളത് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം
1/2 is less than n by n plus 1. n-ന് ഫസ്റ്റ് നമ്പർ 1 ആണ്. 1 is 1/2. 1/2 is less than or equal to n by n plus 1. n 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2/3. 1/2 is less than 2/3. 1/2 is less than 2/3. നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ 1/2 is always less than or equal to n by n plus 1. ഏത് n-നെ എടുത്ത് നോക്കിക്കോളൂ, 1/2 is less than or equal to n by n plus 1. n 1 എന്ന് കൊടുക്കുമ്പോൾ 1/2 തന്നെയാണ് കിട്ടുക. 2 എന്ന് കൊടുക്കുമ്പോൾ 2/3. അപ്പോൾ 1/2 തന്നെയാണ് ചെറുത് വരുന്നത്. അപ്പോൾ 1/2 is less than or equal to n by n plus 1. ആൻഡ് n by n plus 1 obviously is less than or equal to 1. ശരിയല്ലേ? n by n plus 1 n ചെറുതാണ്, n plus 1 വലുതാണ്. അപ്പോൾ n by n plus 1 is always less than or equal to 1. ഏതൊരു n-നും n by n plus 1 is always n equal to 1 to infinity ആണെങ്കിൽ അതല്ലെങ്കിലും n by n plus ഇത് വലിയ ക്വാണ്ടിറ്റിയാണ്. n plus 1 is denominator is greater than the numerator. അപ്പോൾ this fraction is always less than or equal to 1. Less than 1 ആണ് വരിക. Basically this is less than 1. less than or equal to 2 എന്ന് മാത്രം. n 0 വരികയാണെങ്കിൽ അത് 1 വരും. 0 നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ it is always less than 1. അപ്പോൾ 1/2 is less than or equal to n by n plus 1 and n by n plus 1 is obviously less than or equal to 1 അല്ലെങ്കിൽ less than 1 for all n. അതായത് ഇത് സംഭവിക്കുന്നത് എന്താണ്? That is sequence an is bounded below by 1/2, bounded above by 1. upper bound lower bound ഉണ്ട്. lower bound 1/2 ആണ്, upper bound 1 ആണ്. അപ്പോൾ sequence an is bounded. Also we have proved that sequence an is monotonically increasing. അപ്പോൾ ഈ സീക്വൻസ് monotonically increasing ആണ്, അത് ബൗണ്ടഡുമാണ്. സോ ബൈ മോണോട്ടോൺ കൺവെർജൻസ് തിയറം this sequence converges. അപ്പോൾ ഇത് സിമ്പിൾ സീക്വൻസ് ആണ്. മറ്റ് സീക്വൻസുകൾ വലിയ കോംപ്ലിക്കേറ്റഡ് സീക്വൻസുകൾ വരികയാണെങ്കിലും യു ക്യാൻ യൂസ് മോണോട്ടോൺ കൺവെർജൻസ് തിയറം. ഓൺലി യു ഹാവ് ടു പ്രൂവ് ദാറ്റ് ദ സീക്വൻസ് ഇസ് മോണോട്ടോൺ ആൻഡ് ഇറ്റ് ഇസ് ബൗണ്ടഡ്. ഇത് രണ്ടും ചിലപ്പോൾ എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. കോംപ്ലിക്കേറ്റഡ് സീക്വൻസ് ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ ബൗണ്ടഡ് ആണെന്ന് കാണിക്കാൻ പറ്റുന്ന പല സിറ്റുവേഷൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ we use the monotone convergence theorem. monotone ആണ്, ബൗണ്ടഡ് ആണ്. സോ ദിസ് സീക്വൻസ് ഈസ് കൺവെർജൻറ്റ്. ഒരിക്കൽ കൺവെർജൻ്റ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ലിമിറ്റ് കണ്ടുപിടിക്കണം. അത് വളരെ എളുപ്പമാണ്. ലിമിറ്റ് n tends to infinity an equal to limit n tends to infinity n by n plus 1 equal to limit n tends to infinity 1 by 1 plus 1 by n. n കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ലിമിറ്റ് n tends to infinity 1 by 1 plus 1 by n. Now apply the limit. n in infinity എന്ന് കൊടുക്കുക. n infinity എന്ന് കൊടുക്കുമ്പോൾ this becomes 0. The limit reduces to 1. അപ്പോൾ the sequence is convergent. We have proved that the sequence is convergent using monotone convergence theorem. ഇത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സീക്വൻസ് ആയതുകൊണ്ട് ഇതിന് എത്ര സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കോംപ്ലിക്കേറ്റഡ് സീക്വൻസ് വരുമ്പോൾ നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഇത് കൺവെർജൻ്റ് ആണോ എന്ന് നോക്കിയാൽ കുറച്ചും കൂടി എളുപ്പമുണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് സീക്വൻസ് ആണ്. നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കാൻ നോക്കി എത്രയായാലും കിട്ടുന്നില്ല. പക്ഷേ നമുക്ക് അത് കൺവെർജൻ്റ് ആണോ ഡൈവർജൻ്റ് ആണോ എന്ന് ഉടനെ പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇത് ഈ ഒരു മോണോട്ടോൺ കൺവെർജൻസ് തിയറം വെച്ചിട്ട് അത് കൺവെർജൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അതിനെന്തുണ്ട്, ലിമിറ്റ് ഉണ്ടാകും. എങ്കിൽ മാത്രമല്ലേ നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ദിസ് ഈസ് എ ടൂൾ ടു ചെക്ക് വെദർ ദ ഗിവൺ സീക്വൻസ് ഈസ് കൺവെർജൻറ്റ്. ഇഫ് ഇറ്റ് ഈസ് കൺവെർജൻറ്റ് വി ക്യാൻ ഡിവൈസ് മെത്തേഡ്സ് ടു ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് ദ സീക്വൻസസ്. കോംപ്ലിക്കേറ്റഡ് സീക്വൻസിന് ആണ് കുറച്ചും കൂടെ എളുപ്പം വരുന്നത്, കുറച്ചും കൂടെ സൗകര്യം വരുന്നത് ഈ മോണോട്ടോൺ കൺവെർജൻസ് തിയറം കാരണം. മോണോട്ടോൺ കൺവെർജൻസ് തിയറം കാരണം അത് കൺവെർജൻ്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ദിസ് ഈസ് അനദർ മെത്തേഡ് ടു ചെക്ക് ദ കൺവെർജൻസ് ആൻഡ് ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് ദ സീക്വൻസ്. അപ്പോൾ സീക്വൻസ് എന്നുള്ള ടോപ്പിക്ക് തൽക്കാലത്തിനിവിടെ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ, സീക്വൻസിൻ്റെ അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ഇത് വെച്ചിട്ടുള്ള ഹയർ സീക്വൻസിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ സീരീസ് പറയുന്നത്. അത് അടുത്ത ചാപ്റ്ററാണ്. അടുത്ത വീഡിയോ മുതൽ നമ്മൾ ഇൻഫിനിറ്റ് സീരീസിലേക്ക് കിടക്കും. സോ ഐ എം സ്റ്റോപ്പിംഗ് സീക്വൻസസ് ഹിയർ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. വീഡിയോസ് മുന്നത്തെ ഈ വീഡിയോ ഇതുവരെയുള്ള വീഡിയോ കണ്ടാൽ മാത്രമേ ഇൻഫിനിറ്റ് സീരീസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇൻഫിനിറ്റ് സീരീസ് എടുക്കാം. സോ താങ്ക് യു.